ഇന്നത്തെ ഉച്ചഭക്ഷണം റെഡിയായിട്ടുണ്ട്. നമ്മൾ ഈ മെക്സിക്കൻ ചീര തോരനും കുറച്ച് ചെറുപയറുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ കൂട്ടി നമുക്ക് ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാം. മെക്സിക്കൻ ചീരയാണ് ഇന്നത്തെ വിഭവം. മെക്സിക്കൻ ചീര കൊണ്ടൊരു തോരൻ. നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. ഇത് ഒരുപാട് വിറ്റാമിനുള്ള സാധനമാണ് മെക്സിക്കൻ ചീര. ഇത് മോരുകറിയാണ്. ഇലക്കറികൾ ആഴ്ചയിൽ 1-2 ദിവസം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഈ ഇലക്കറി ഉണ്ടാക്കിയ വിധം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അവസാനത്തിൽ കാണാം. അപ്പോൾ ഞാൻ ആഹാരം കഴിക്കട്ടെ. നിങ്ങൾ ഇത് അവസാനം വരെ കണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മൾ ഓടിന് മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് ഇത് മെക്സിക്കൻ ചീര എന്ന ഈ മെക്സിക്കൻ ചീര കൊണ്ട് നമുക്കിന്നൊരു തോരൻ വയ്ക്കാം. ഇത് നമുക്ക് മുറിച്ച് മാറ്റേണ്ടതുണ്ട്. ഈ ഓട്ടിന് മുകളിലേക്ക് ഇത് ചാഞ്ഞ് നിൽക്കുകയാണ്. മെക്സിക്കൻ ചീര തോരൻ വെച്ച് നോക്കാം. ഇത് മൊത്തം മുറിച്ച് മാറ്റും. ഈ മെക്സിക്കൻ ചീരയിൽ കാണുന്ന വെളുത്ത ഈ പാല് പോലുള്ളത് ഇത് അതിൻ്റെ കട്ടാണ്. ഇത് നമുക്ക് തിളപ്പിക്കുമ്പോൾ ആവിയായും അതിൻ്റെ വിഷാംശം കുറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. നമുക്ക് മെക്സിക്കൻ ചീരയില എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചീരയില കഴുകി വൃത്തിയാക്കിയ ശേഷം ഇട്ട് കൊടുക്കുക. വാട്ടി ഇതിൻ്റെ കട്ട് കളഞ്ഞെടുത്താൽ നല്ലതാണ്. കട്ട് കളയുന്നതിന് വേണ്ടി തിളച്ച വെള്ളത്തിലിട്ട് 5 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അരിഞ്ഞ്
തോരൻ്റെ പരുവത്തിന് അരിഞ്ഞെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തിളച്ച അങ്ങനെ ചീരയൊക്കെ വാടി വിഷാംശമൊക്കെ മാറി കട്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് തണുക്കട്ടെ. അതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ മെക്സിക്കൻ ചീര അരിഞ്ഞു വച്ചിട്ടുണ്ട്. വാടി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാട്ടിയ ഈ മെക്സിക്കൻ ചീര ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചതച്ചതും ഒക്കെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കാണിക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചീരയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും മുളകും ഒക്കെ ചേർത്ത് അരച്ച കൂട്ട് ഇട്ട് കൊടുക്കുക. കൂട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ രുചികരമായ മെക്സിക്കൻ ചീര തോരൻ റെഡിയായി. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നാളെ ഒരു പുതിയ വീഡിയോയുമായി ഇനി കാണാം. ഓക്കെ.